ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കീ പോയിന്റ്സ് ആണ്. പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചോദിച്ച് കണ്ടുവരുന്ന കീ പോയിന്റ്സ് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി, അതിൻ്റെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51-ലാണ് തുടങ്ങിയത്, 56-ൽ തീർന്നു. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951 മുതലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് കാർഷിക മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ്. പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 2.1% അത് കൈവരിച്ചത് അതിലും കൂടുതലായിട്ട് 3.6% നമുക്ക് ലഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. അടുത്തതായിട്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കുമ്പോൾ 56-ലാണ് ഒന്ന് പൂർത്തിയാകുന്നത്. അപ്പോൾ 56 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവായിട്ട് വരുന്നത്. അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത് വ്യാവസായിക വികസനമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 4.5% നമുക്ക് കൈവരിച്ചത് അതിലും അധികമായിട്ട് 4.27%. ഏകദേശം അതേ റേഞ്ച് തന്നെ 4.27% തന്നെ നമുക്ക് കൈവരിക്കാൻ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെ സഹായിച്ചു. അതേപോലെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കാലയളവ് ആ ഒരു വർഷം മുതൽ 2 പൂർത്തിയാകുന്ന 1961 മുതൽ 1966 വരെ 5 വർഷക്കാലത്താണ്. അതിൻ്റെ ലക്ഷ്യം പഠിക്കുമ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത വരുന്നുണ്ട്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് നമ്മൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമായിട്ട് പഠിക്കുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത, 2 ലക്ഷ്യമാണ് പഠിക്കുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അതിൻ്റെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 5.6% പക്ഷേ കൈവരിച്ചത് വെറും 2.8% മാത്രമാണ്. കുറഞ്ഞുപോയി. 5.6 പ്രതീക്ഷിച്ചടുത്ത് 2.8% മാത്രമാണ് നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെ വളർച്ചാ നിരക്ക് ലഭിച്ചത്. അടുത്തതായിട്ട് നാലാം പഞ്ചവത്സര പദ്ധതിയെ നോക്കുമ്പോൾ 1969 മുതൽ 1974 വരെയാണ്. കാരണം ഇടയ്ക്ക് നമുക്ക് കുറച്ച് ബ്രേക്ക് വന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ 3 കൊല്ലം ഗ്യാപ്പ് ഇട്ടിട്ട് 1969 മുതൽ 1974 വരെ നടന്നത്. അതിൻ്റെ ലക്ഷ്യമായിട്ട് പഠിക്കുന്നത് സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ്. സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. 5.7% പ്രഖ്യാപിച്ചെങ്കിലും നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിലും പക്ഷേ ലഭിച്ചത് വെറും 3.3%. നമുക്ക് ഇതിലും നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയിലും പ്രതീക്ഷിത വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചില്ല. കൈവരിച്ചത് 3.3% മാത്രമാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് വരുന്നത് 1974 മുതൽ 79 വരെയാണ്. ഇത് 74-ലാണ് 4 പൂർത്തിയായത്. അപ്പോൾ ആ കൊല്ലം തൊട്ട് 74-79 കാലയളവ്. അതിൻ്റെ ലക്ഷ്യം വരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിൻ്റെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 4.4%. കൈവരിച്ചത് ഏകദേശം അതേ റേഞ്ച് 4.8%. അതിനേക്കാളും കുറച്ച് കൂടിയിരിക്കാൻ സഹായിച്ചു. 4.8% വളർച്ച കൈവരിക്കാൻ നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ആറാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1980 മുതൽ 85 വരെയാണ്. 1979-ൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി പൂർത്തിയായിട്ട് തൊട്ടടുത്ത കൊല്ലം 1980-85 ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം നോക്കുമ്പോൾ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുകയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യം വെച്ചത്. പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 5.2%. നമുക്ക് അതേ റേഞ്ച് 5.7% തന്നെ വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. 5.2 പ്രതീക്ഷിച്ചു, 5.7% വളർച്ച കൈവരിക്കാനും സാധിച്ചു. അടുത്തതായിട്ട് ഏഴാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കുമ്പോൾ 1985 1990 കാലയളവ്. 1985-90 അതിൻ്റെ ലക്ഷ്യം
ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയാണ്. ആധുനികവൽക്കരണവും തൊഴിൽ അവസരങ്ങളുടെ വർധനവാണ് 7ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യം വെച്ചത്. അതിൻ്റെ വളർച്ചാ നിരക്ക് 5% നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ നമുക്ക് ലഭിച്ചത് 6%. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 6% വളർച്ചാ നിരക്ക് നമുക്ക് 7ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലഭിച്ചു. അടുത്തതായിട്ട് 8ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കുമ്പോൾ 1992-97 കാലയളവ്. 1992-1997 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവ്. അതിൻ്റെ ലക്ഷ്യം മാനവശേഷി വികസനമാണ്. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം മാനവശേഷി വികസനം. പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 5.6% അതിനെക്കാട്ടിലും കൂടുതലായിട്ട് 6.8% നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. 8ാം പഞ്ചവത്സര പദ്ധതി 92-97 മാനവശേഷി വികസനം ലക്ഷ്യം 5.6 പ്രതീക്ഷിച്ചെടുത്ത് 6.8 അധികമായിട്ട് ലഭിച്ചു. 6.8% നമുക്ക് ലഭിച്ചത്. അടുത്തതായിട്ട് 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 97-2002. 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ്. അതിൻ്റെ ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമായിട്ട് ഉള്ളത്. പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 6.5%. കൈവരിച്ചത് 5.4. നമുക്ക് ഇച്ചിരി ഇടിവ് വന്ന് 5.4% നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതി 97-2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത്. അടുത്തതായിട്ട് 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ് കാലയളവായിട്ട് നമ്മൾ പഠിക്കുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 അതിൻ്റെ ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമായിട്ടുള്ളത്. അതിൻ്റെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 8% നമുക്ക് ചെറിയൊരു ഇടിവായിട്ട് 7.6% നമുക്ക് അതിൽ നിന്നും ലഭിച്ച യഥാർത്ഥ വളർച്ചാ നിരക്ക്. കൈവരിച്ച യഥാർത്ഥ വളർച്ചാ നിരക്ക് 7.6%. ഇനി 11ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കുമ്പോൾ 2007 മുതൽ 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവ്. ലക്ഷ്യമുള്ളത് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായിട്ടുള്ള വികസനമാണ്. മുഴുവൻ ജനവിഭാഗത്തിൻ്റെയും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചത് 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 9% കൈവരിച്ചത് 8%. പ്രതീക്ഷിച്ചത് 9, പക്ഷേ നേടിയെടുത്തത് 8%. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതിയിൽ 2007-2012 കാലയളവിൽ ചെയ്തത്. 12ാം പഞ്ചവത്സര പദ്ധതി ലാസ്റ്റായിട്ടുള്ള 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയുള്ള കാലയളവിലാണ് നടന്നത്. 2012-2017 സുസ്ഥിര വികസനമാണ് അതിൻ്റെ ലക്ഷ്യം. സസ്റ്റൈനബിൾ ഗ്രോത്ത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. 8% നമ്മൾ വളർച്ചാ നേട്ടം പ്രതീക്ഷിച്ചതെങ്കിൽ അതിനെക്കാട്ടിലും ഇമ്പ്രൂവായിട്ട് 9% നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. 12ാം പഞ്ചവത്സര പദ്ധതി 8% പ്രതീക്ഷിച്ചെങ്കിൽ 9% നമുക്ക് ലഭിച്ചു. സുസ്ഥിര വികസനമാണ് അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ പോരാ, അന്നുണ്ടായിരുന്ന പ്രസിഡന്റ്, പ്രധാനമന്ത്രിയെ കൂടി നോക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം വേറെയും ചില ഇമ്പോർട്ടൻറ്റ് കീ പോയിൻറ്റ്സ് ഉണ്ട്. അതും കൂടെ നിങ്ങൾ മാക്സിമം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.